ഉള്ളവരെ, ഈ ലോകത്തിൽ പലരും ജീവിക്കുവാൻ വേണ്ടി ജനിച്ചപ്പോൾ യേശു മാത്രമാണ് മരിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ ജനിച്ചത്. പലരുടെയും മരണം അവരുടെ ജീവിതത്തിൻ്റെ അവസാനമായി മാറിയപ്പോൾ യേശുവിൻ്റെ മരണം ചരിത്രത്തിൽ ഒരു ആരംഭം കുറിക്കുവാനിടയായി. പലരുടെയും മരണം വേദനയോടുകൂടെ തീരുമ്പോൾ യേശുവിൻ്റെ മരണം അന്ധകാര ശക്തികളെ തകർത്തുകൊണ്ട് ശത്രുവായ പിശാച് അടക്കിപ്പറിച്ച സകല അധികാരങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മാനവരാശിക്ക് കർത്താവായ യേശു നൽകിയ രക്ഷയാണ്. 1 കൊരിന്ത്യരുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. എന്നാൽ ക്രൂശിന്റെ വചനത്തെ ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. എന്താണ് കാരണം? ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്താൽ ലഭിക്കുന്ന ശക്തിയാണ്. ഇത് ലോകത്തിലെ ജ്ഞാനികൾക്ക് വെളിപ്പെടുത്തപ്പെട്ട നന്മയല്ല. ജ്ഞാനികൾക്ക് ഇത് പോഷത്വമായി തോന്നുമ്പോൾ ഈ ക്രൂശീകരണം യേശുവിൻ്റെ ആ കഷ്ടതയും മരണവും വേദനയുമെല്ലാം നമുക്ക് വിടുതൽ നൽകുന്നതാകുന്നു. ഈ ക്രൂശിലെ മരണത്തിലെ അത്ഭുതങ്ങളെന്ന് നാം ചിന്തിച്ചാൽ അനേക അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രൂശിക്കപ്പെട്ടത് മുതൽ നടന്ന പല സംഭവങ്ങളെയും നാം വായിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുത സംഭവമായി തീരും. ചരിത്ര പശ്ചാത്തലമെല്ലാം പറഞ്ഞ് സമയമെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പായി പറഞ്ഞ 7 തിരുവായ് മൊഴികളുണ്ട്. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ക്രൂസിൽ നിന്ന് ലഭിച്ച ചില അത്ഭുതമായ അനുഗ്രഹങ്ങളെ ഈ പകൽക്കാലം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ കിടന്ന് പറഞ്ഞ വചനങ്ങൾ ശക്തിയുള്ളതാണ്. അത് നമുക്ക് നൽകുന്ന ചില വിടുതലുകളുണ്ട്. അത് നാം ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അത് അനുഭവിക്കുവാൻ കഴിയും. ഒരു പ്രസംഗം കേൾക്കുന്ന അനുഭവത്തിൽ ഈ സന്ദേശം കേൾക്കാതെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന ദൂതുകളാണ്, എനിക്ക് ദൈവം നൽകുന്ന വിടുതലാണെന്നുള്ള ചിന്താഗതിയോടുകൂടെ ഈ സന്ദേശം നാം സ്വീകരിച്ചാൽ ഇത് നമ്മോടുള്ള ദൈവികമായ അരുളപ്പാടായിത്തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഏത് വിധത്തിലും നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു ആദ്യമേ പറഞ്ഞ ആദ്യത്തെ തിരുവായ്മൊഴി നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ആമേൻ. ക്ഷമയുടെ ഒരു സന്ദേശം. ഈ ലോകത്തിൽ ഏറ്റവും വലിയത് പണമെന്ന് ചിലർ പറയാം, ഏറ്റവും വലിയത് സ്വർണമെന്ന് ചിലർ പറയാം, ഏറ്റവും വലിയത് നിക്ഷേപങ്ങൾ എന്ന് പറയാം, ജോലി എന്ന് പറയാം, ധനം എന്ന് പറയാം, സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്നവരുണ്ടാകാം. എന്നാൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായത്, കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായത്, ഒരു സഭയുടെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായത് ക്ഷമയാണ്. കേരളക്കരയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പകപോക്കലുകൾ നടക്കുന്നു. കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബ കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ വഷളത്വം നിറഞ്ഞതായി മാറിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ വിഷയങ്ങൾ, സഹോദരന്മാർ തമ്മിലുള്ള കോടതി കേസുകൾ, അയൽപക്കക്കാർ തമ്മിലുള്ള അടിപിടി കേസുകൾ, ഇതെല്ലാം വർദ്ധിക്കുന്നതിൻ്റെ ഒറ്റ കാരണം മനുഷ്യന് ക്ഷമ എന്ന് പറയുന്നതില്ല. കർത്താവായ യേശുവിൻ്റെ കൈകാലുകൾ ആണികൾ കൊണ്ടടിച്ചു, യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി, യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം ചൂടി, യേശുവിനെ കാറി തുപ്പി,
യേശുവിൻ്റെ ശരീരത്ത് ചാട്ടവാറ് കൊണ്ടടിച്ചു, യേശുവിനെ പരിഹസിച്ചു. ഇത്രയും അപമാനങ്ങൾ, ഇത്രയും പീഡകൾ, വേദനകൾ സഹിച്ചുകൊണ്ട് പിതാവിനോട് യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, താങ്കൾ ചെയ്യുന്നത് ഇന്നതെന്ന് അവർ അറിയായകയാൽ അവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതങ്ങളിൽ ക്ഷമമുണ്ടെങ്കിൽ പരിഹാരമുണ്ടാകും. വിഷയത്തിന് പരിഹാരമുണ്ടാകുവാൻ ക്ഷമ ഉണ്ടാകട്ടെ. ഇന്ന് ഈഗോയാണ് പല കുടുംബങ്ങളിലും, പലരുടെയും ജീവിതത്തിൽ ഈഗോയാണ് കയറി നിൽക്കുന്നത്. എന്നെക്കൊണ്ട് താന്നു പോകുവാൻ കഴിയത്തില്ല, എന്നെക്കൊണ്ട് ക്ഷമിക്കുവാൻ കഴിയത്തില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമുക്ക് നല്ല മാതൃക കാണിച്ചിട്ട് പോയിരിക്കുകയാണ്. ക്ഷമിക്കുക. യേശു നമ്മെ ക്ഷമിച്ചു. ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, താങ്കളുടെ പാപം എത്ര വലിയതായാലും, എത്ര കടും ചുവപ്പായാലും, യേശുവിൻ്റെ രക്തം അതിനെ കഴുകി ശുദ്ധീകരിക്കുവാൻ വിലയേറിയതാണ്. പിതാവ് ആമേൻ നമ്മെ ക്ഷമിക്കുന്ന ദൈവമാണ്. കർത്താവിനോട്, അപ്പാ, ഞാൻ നിന്റെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഏത് വലിയ കൊലപാതകയും, ഏത് വലിയ കള്ളനെയും, ഏത് വലിയ തെറ്റിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയെയും വിടുവിക്കുവാൻ യേശുവിനെ കൊണ്ട് കഴിയും. മനുഷ്യൻ പാപത്തെ കൊണ്ട് ചുമക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ കാൽവരി ക്രൂസിലേക്ക് നോക്കിയാൽ അവിടെ നിന്ന് പുറപ്പെടുന്ന ഒന്നാമത്തെ സന്ദേശം ക്ഷമയുടെ സന്ദേശം. ആ ക്ഷമയുടെ സന്ദേശം വിളിച്ചു പറയുന്ന ഒരു കാതലായ സത്യമുണ്ട്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായത് ക്ഷമയാണ്. പാപത്തിൻ്റെ പരിഹാരത്തിന് ആവശ്യമാണ് പാപം ക്ഷമിക്കപ്പെടണം, ലംഘനങ്ങൾ മൂടപ്പെടണം. ആമേൻ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവം അതിനെ ഇട്ട് കിടക്കുകയാണ്. രണ്ടാമതായി, ക്രൂസിൽ യേശു തിരുവായി മൊഴിഞ്ഞ രണ്ടാമത്തെ മൊഴി ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടി പരദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ. യേശുവിന്റെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തുമായി രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു. ഒരുത്തൻ യേശുവിനെ നോക്കി പറഞ്ഞു, നീ കർത്താവായ യേശു എങ്കിൽ, അല്ലെങ്കിൽ മസിയായെങ്കിൽ നീ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കണമേ. എന്നാൽ മറ്റൊരു കള്ളൻ പറയുകയാണ്, നാം ന്യായമായത് പോലെ ദണ്ഡിക്കപ്പെടുകയാണ്, നാം ചെയ്ത കുറ്റത്തിന്, നാം ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ അനുഭവിക്കുന്നു. എന്നാൽ ഈ യേശു അങ്ങനെയല്ല. യാതൊരു കുറ്റവും ചെയ്യാതെ, യാതൊരു ബുദ്ധിമുട്ടും ചെയ്യാതെ അവൻ അടിക്കപ്പെടുകയാണ്. രണ്ടുപേർക്കും ഒരേപോലെ അവസരങ്ങളുണ്ട്. രണ്ടുപേർക്കും കർത്താവിനെ മനസ്സിലാക്കുവാൻ ഒരേപോലെ സാഹചര്യങ്ങൾ ലഭിക്കുകയാണ്. എന്നാൽ ഒരുത്തൻ തനിക്ക് ലഭിച്ച സാഹചര്യത്തെ, തനിക്ക് ലഭിച്ച നല്ല ഒരു അവസരത്തെ പാഴാക്കി കളയുകയാണ്. മറ്റൊരുത്തനോ താഴ്മയോട്, വിനയത്തോട്, പക്വതയോടുകൂടെ കർത്താവിനോട് ഒരു ചെറിയ പ്രാർത്ഥന: കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം എപ്പോഴാണ് നമുക്കറിയത്തില്ല. നമ്മുടെ ജീവിത സാഹചര്യം നമുക്കറിയത്തില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരത്തെ അത് നഷ്ടപ്പെടുത്തി കളയാതെ അപ്പൻ്റെ പാദപീഠത്തിൽ വീണാൽ കർത്താവ് നമ്മെ സഹായിക്കുവാൻ വലിയവനാണ്. ക്രൂസിൽ കിടക്കുന്ന യേശുവിന് മറ്റൊരു വ്യക്തിയെ സഹായിക്കുവാൻ കഴിയും. കാരണം അവൻ ദൈവപുത്രനാണ്, ദൈവമാണ്. ക്രൂസിൽ കിടക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. ക്രൂസിൽ കിടക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയും. ക്രൂസിൽ കിടക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. കാരണം ഈ ക്രൂശീകരണത്തിന് വേണ്ടിയാണ് യേശു ലോകത്തിൽ തന്നെ വന്നത്. ഈ ക്രൂശീകരണമാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് കാരണമായി വിത്തുന്നത്. തന്നെത്താൻ യാഗബലിയായി കർത്താവ് സമർപ്പിച്ചു കൊടുത്തു. കാൽവരി ക്രൂസിലേക്ക് ഉറ്റുനോക്കി ആ കള്ളൻ ഒരു ചെറിയ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നേർച്ചകാഴ്ചകൾ കൊടുക്കേണ്ട, ആമേൻ, ദീർഘാടനകൾ, യാത്രകൾ ചെയ്യേണ്ട ഈ പകൽക്കാലം കർത്താവിൻ്റെ മുഖം നോക്കി, അപ്പാ,
എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഒരു മനോഹരമായ വാഗ്ദത്തമാണ് ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ഈ ലോകത്തിൽ ഒരു മന്ത്രിക്കും ഒരു ശ്രേഷ്ഠനായ വ്യക്തിക്കും തരുവാൻ കഴിയാത്ത വാഗ്ദത്തമാണ് കർത്താവ് നൽകിയത്. ഈ ലോകത്തിൽ ഏറിയാൽ 70-80 വർഷങ്ങൾ നമുക്ക് ജീവിക്കുവാൻ കഴിയും. അതിൻ്റെ മേൽ ആയുഷിൻ്റെ വർഷങ്ങളെ ദീർഘിപ്പിച്ച് തരുവാനോ നിത്യജീവൻ വാഗ്ദാനം ചെയ്യുവാനോ ഒരു സൂപ്പർ മാർക്കറ്റിനും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും ഒരു നേതാവിനും ഒരു പാർട്ടിക്കും ഒരു സംഘടനയ്ക്കും കഴിയത്തില്ല. എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു വാഗ്ദത്തമായി നൽകിയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. അതായത് നിനക്ക് ഞാൻ നിത്യജീവൻ വാഗ്ദത്തം നൽകിയാണ്. ക്രൂസിൻ്റെ ഉപദേശം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായി ബലമായി വ്യാപരിക്കുമ്പോൾ പലർക്കും നശിച്ചു പോകുന്നവർക്ക് പോഷത്വമായി തോന്നുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഉപദേശം നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുവരും. നിത്യത്തിൻ്റെ ഉപദേശമാണ്. മൂന്നാമതായി ആ ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ ഉത്തരവാദിത്വം നിവർത്തീകരിക്കുന്നു. തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് ഒരു മിനിസ്ട്രി ദൈവം നൽകുന്നു. ക്രൂസിൽ നിന്ന് ലഭിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വേല ഈ പകൽക്കാലം സ്വീകരിക്കുവാൻ കഴിയുമോ? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, യേശു ഈ ലോകം വിട്ടു പോകുമ്പോൾ തൻ്റെ അമ്മയെ തൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാന്റെ കൈക്കൽ ഏൽപ്പിക്കുകയാണ്. ആ ശിഷ്യൻ ആ അമ്മയെ സ്വീകരിക്കുകയാണ്. നാം ഉത്തരവാദിത്വമുള്ളവരായി തീരണം. ക്രൂശീകരണം നമുക്കൊരു ഉത്തരവാദിത്വത്തെ തന്നിട്ടാണ് പോകുന്നത്. കാൽവരി ക്രൂസിൽ മരിച്ച യേശു നിങ്ങൾക്കും എനിക്കും വലിയൊരു ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു. പലരെയും സംരക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം, പലരെയും രക്ഷയിലേക്ക് നടത്തേണ്ടതായ ഉത്തരവാദിത്വം. പത്രോസിനോട് പുനരുത്ഥാനത്തിന് ശേഷം യേശു ഗലിലയ കടത്തീരത്ത് വന്ന് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? ഇവരിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? നീ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കണം. ഉത്തരവാദിത്വമാണ് മിനിസ്ട്രി. ദൈവവേല മനുഷ്യൻ തരുന്നത് അല്ല, ദൈവം നമുക്ക് തരുന്നതാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, താങ്കൾക്കൊരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? താങ്കൾക്ക് ചെയ്യുവാൻ ഒരു വേല, ഒരു പദവി, ഒരു മിനിസ്ട്രി ദൈവം നൽകിയിരിക്കുന്നു എന്നറിയുന്നുണ്ടോ? പിന്തിരിഞ്ഞു പോകരുത്. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് യോഗ്യനല്ല. ആമേൻ. ദൈവ വചനമെടുത്തിട്ട് പിന്തിരിഞ്ഞു പോകരുത്. എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത്. പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത്. കൂട്ടായ്മയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത്. ദൈവം നമുക്ക് നൽകിയ ശുശ്രൂഷകൾ അത് ദൈവം വരുന്നത് വരെ തികയ്ക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോര് പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതെ, നമ്മുടെ ഓട്ടം തികയ്ക്കണം, നമ്മുടെ വേല തികയ്ക്കണം, നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയ ഉത്തരവാദിത്തത്തെ നിവർത്തീകരിക്കണം. ആ ശിഷ്യൻ അമ്മയെ സ്വീകരിച്ചതുപോലെ ദൈവം നമുക്ക് നൽകിയ മിനിസ്ട്രി, ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച താലന്ത്, ദൈവം നമുക്ക് നൽകിയ വരം, ദൈവം നമുക്ക് നൽകിയ പ്രാർത്ഥനാ ജീവിതം, നമുക്ക് നൽകിയത് എന്തെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അന്ത്യം വരെ അവൻ നിവർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ചിലർക്ക് ദൈവവേലയെ സഹായിക്കുന്ന ഒരു ഉത്തരവാദിത്തമായിരിക്കാം, ദൈവവേലയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, ആത്മാക്കളെ സന്ദർശിച്ച് ഒരു ലഘുലേഖ കൊടുക്കുന്നതായിരിക്കാം, പരസ്യമായി നിന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കാം, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കാം. ദൈവം നൽകിയ ശുശ്രൂഷയെ അത് അലക്ഷ്യപ്പെടുത്തി കളയരുത്. അതിനെ തികയ്ക്കുക, വേല തികയ്ക്കുക. കർത്താവാണ് ആ കാൽവരി ക്രൂസിൽ പിടഞ്ഞ് മരിക്കുവാൻ പോകുന്നതിന് മുൻപായി നമ്മുടെ കരങ്ങൾ
കരങ്ങളിൽ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. വിശ്വാസത്തോടു കൂടെ മുന്നേറാം. ഒന്നാമത് ക്ഷമയുടെ വാക്ക്, രണ്ട് നിത്യജീവൻ്റെ വാക്ക്, മൂന്ന് ഉറപ്പിൻ്റെ വാക്ക്. ചിലരെ ഉറപ്പിക്കുന്ന, ചിലരെ ആശ്വസിപ്പിക്കുന്ന, ചിലരെ സംരക്ഷിക്കുന്ന, ചിലരെ ഹല്ലേലൂയ സഹായിക്കുന്ന ഒരു വാക്ക്. നാല്, മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശമക്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഹല്ലേലൂയ. യേശുവെ കൊണ്ട് സഹിക്കുവാൻ കഴിയാത്ത ഒരു കഠിനമായ വേദന യേശുവിൻ്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളേവരും എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് പലർക്കും ആശ്വാസദായകനായിത്തീർന്ന യേശു പ്രകാരം പറഞ്ഞു. ആമേൻ. ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, കാട്ടിലെ കുറുക്കന്മാർക്ക് കുഴിമാടങ്ങളുണ്ട്, എന്നാൽ മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ ഒരു സ്ഥലമില്ല. യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് അപ്പം ഭക്ഷിച്ചവർ 1000-ങ്ങളുണ്ട്. യേശുവിനാൽ അത്ഭുതം പ്രാപിച്ചവർ 10,000-ങ്ങളുണ്ട്. എന്നാൽ ക്രൂശിൽ യേശുവോടുകൂടെ വേദന സഹിക്കുവാൻ ആരുമില്ല. പിടഞ്ഞ് മരിക്കുന്ന സാഹചര്യത്തിൽ, തൻ്റെ രക്തങ്ങൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യേശുവിനെ ശക്തീകരിച്ച ഒരു ശക്തിയുടെ വചനമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്തെന്ന് നിലവിളിച്ചപ്പോൾ ആ അവസാന സമയത്ത് പോലും he never give up. യേശു ഒരിക്കലും വിട്ടുകൊടുത്തില്ല, ശത്രുവിന് തന്നെ ഏൽപ്പിച്ചില്ല, യേശു തോറ്റോടിയില്ല. യേശുവിന് സഹിക്കെട്ടപ്പോൾ, ആ വേദന വന്നപ്പോൾ ഒരു വാക്കിൽ പിതാവിനോട് സംസാരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ജീവിതത്തിൽ അതികഠിനമായ ശോധനകൾ, വേദനകൾ, കഷ്ടതകൾ കൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മുൻപേ കടന്നുപോയ നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു, കഷ്ടത അനുഭവിച്ചവൻ, പീഡനകളിൽ കൂടെ പോയവൻ, വേദന സഹിച്ചവനായ ദൈവം, ആമേൻ, നമ്മെ കൊണ്ട് താങ്ങുന്നതിലും സഹിക്കുന്നതിലും അധികമായ ഒരു പരിശോധന നമുക്ക് തരത്തില്ല. നമ്മുടെ വേദനകളെ, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ടാണ് ആമേൻ അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറഞ്ഞു, അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നമ്മുടെ സകല ചിന്താകൂലങ്ങളെയും അവൻ്റെ മേലിട്ട് കൊള്ളുക. മാതാവേ, സഹോദരനെ, താങ്കളുടെ ഭാരം എന്ത് തന്നെയാകട്ടെ, എത്ര കഠിനമായ വേദനയാകട്ടെ, എത്ര വലിയ ഹൃദയത്തിലെ മുറിവുകളാകട്ടെ, ചുമക്കുവാൻ കഴിയാത്ത വിഷയങ്ങളാകട്ടെ, പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളാകട്ടെ, ആ വിഷയങ്ങളെ കർത്താവിൻ്റെ മേൽ ഏറ്റുവയ്ക്കുവാൻ, കർത്താവ് ആ ഭാരങ്ങളെ ചുമക്കുവാൻ സർവശക്തനാണ്. യേശുവിൻ്റെ ഭാരം ചുമക്കുവാൻ ആരുമില്ലെങ്കിലും യേശു ആമേൻ ഒരു ശക്തിയുടെ വചനം അവിടെ പറയുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞ് ഒരു പരാജയത്തിൻ്റെ വാക്കല്ല അവിടെ പറയുന്നത്. തൻ്റെ പിതാവിലേക്ക് ആശ്രയത്തോടുകൂടെ, പിതാവിനെ വിശ്വാസത്തോടുകൂടെ പിതാവിൻ്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കുന്നു. നാലാമതായി, ആമേൻ, ഹല്ലേലൂയ, ശക്തിയുടെ വചനം യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു. അടുത്തത് അഞ്ചാമതായി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാമത് വാക്യം. അതിന്റെ ശേഷവും സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അഞ്ചാമതായി പറഞ്ഞ ഒരു വാക്യമാണ്, തിരുവെഴുത്ത് നിവൃത്തിയാകുന്നത് ആകേണ്ടതിന് എനിക്ക് ദാഹിക്കുന്നു. എന്താണ് ദാഹം? ചിലർ വെള്ളം കൊണ്ട് കൊടുത്ത് യേശുവിന് കയ്പ് കലർത്തിയ കാടി കുടിക്കുവാൻ കൊടുത്തു. എന്നാൽ ആ ദാഹമല്ല നിങ്ങളെയും എന്നെയും ചൊല്ലിയുള്ള ദാഹം, നമ്മുടെ തലമുറകളെക്കുറിച്ചുള്ള ദാഹം, നമ്മുടെ ദേശത്തെക്കുറിച്ചുള്ള ദാഹം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആ ക്രൂസിലേക്ക് നോക്കിയാൽ ആ ക്രൂശീകരണം വരെ രക്ഷ യഹൂദന്മാർ വരെ എത്തിയിട്ടുള്ളൂ. എന്നാൽ ആ ക്രൂസിൽ യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 5 ഭൂഖണ്ഡങ്ങളിലുമുള്ള ജനങ്ങളെക്കുറിച്ചുള്ള ഒരു ദാഹമായി അത് മാറി.
5 ഭൂഖണ്ഡങ്ങളിലുമുള്ള നാനാജാതി ഭാഷ വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകലരുടെ മേലുമുള്ള ആത്മഭാരം യേശുവിൻ്റെ മേൽ വന്നിട്ട് കർത്താവായ യേശു നിലവിളിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചെവികളിൽ ഈ ശബ്ദം ഈ പകൽക്കാലം കേൾക്കുന്നുണ്ടോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് പറയുന്ന ഒരു ശബ്ദം. വേലക്കാരോ ചുരുക്കം, കൊയ്ത്ത് വളരെയേറെയുണ്ട്, സത്യമെന്ന് വിളിക്കുന്ന ഒരു ശബ്ദം. പ്രിയപ്പെട്ടവരെ, ഓരോ സെക്കൻഡിലും എത്രയോ ആയിരങ്ങൾ നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു, നാശത്തിലേക്ക് പോകുന്നു. ഓരോ ദിവസവും നാം കേൾക്കുന്ന ചരമ വാർത്തകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ, ആമേൻ, ഓരോ ദിവസ പത്രങ്ങളിൽ വരുന്ന ചരമകോളം വായിച്ചു നോക്കിയാൽ എത്ര പേർ നിത്യതയിലേക്ക് പോയി, എത്ര പേർ നാശത്തിലേക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ? ഓരോ സെക്കൻഡിലും ഭൂമിയിൽ എവിടെയോ പലരും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പലരും മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ക്രിസ്തു ഇല്ലാതെ പലരും മരിക്കുകയാണ്. അവൻ ഇനി ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക്, ഇനി ഒരിക്കലും തീരുമാനമെടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക്, ഇനി ഒരിക്കലും രക്ഷിക്കപ്പെടുവാനുള്ള അവസരം ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് മനുഷ്യർ മൺമറഞ്ഞു പോകുമ്പോൾ യേശു കാൽവറിയിൽ നിന്ന് നിലവിളിച്ച് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും ആമേൻ, മരണം പലരെയും കവർന്നു കൊണ്ടുപോകുമ്പോൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കണ്ണുനീരോട് വേദനയോടുകൂടെ, അപ്പാ, എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കാം, എൻ്റെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാം, ജനത്തെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് ടി വിയിൽ ഇങ്ങനെ സംസാരിക്കണം? പൈസ ചെലവാകുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഓരോ മാസങ്ങളിലും ഈ പ്രോഗ്രാം, ഹല്ലേലൂയ, അവൻ ടെലികാസ്റ്റ് ചെയ്യേണ്ടതിന് 10,000 ചെലവുണ്ട്. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? യേശുവിൻ്റെ ദാഹം നിവൃത്തീകരിക്കപ്പെടേണ്ടതിന്. യേശുവിൻ്റെ ഹൃദയത്തിലെ ദാഹമാണ്. ആ ക്രൂസിൽ കിടന്നിട്ട് യേശു നിലവിളിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. താങ്കളുടെ കുടുംബത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? താങ്കളുടെ സ്വന്തം ബന്ധങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? താങ്കളുടെ കൂടപ്പിറപ്പുകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അയൽപക്കക്കാർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇവരെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം ആരോട് ദൈവം ചോദിക്കും? മരിച്ചുപോയ ധനവാനായ മനുഷ്യൻ, ആമേൻ, അബ്രഹാം പിതാവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, അബ്രഹാം പിതാവേ, എനിക്ക് 5 കൂടപ്പിറപ്പുകളുണ്ട്, 5 സഹോദരന്മാരുണ്ട്. അവർ ഈ യാതനയുള്ള സ്ഥലത്തേക്ക് വരാതിരിക്കേണ്ടതിന് ലാസറുവെ ഒന്ന് അയക്കണം. അബ്രഹാം പറയുകയാണ്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്, അവർക്ക് ടി വിയിൽ സംസാരിക്കുന്ന, പരസ്യത്തിൽ സംസാരിക്കുന്ന, പല സ്ഥലങ്ങളിൽ ഉപദേശം പറയുന്ന, ലേഖകൾ കൊടുക്കുന്ന ദൈവദാസന്മാരുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ മേൽ വലിയ ഒരു ഉത്തരവാദിത്തം ദൈവം നൽകിയിരിക്കുകയാണ്. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ സുവിശേഷം ലോകത്തിലെമ്പാടും പ്രസംഗിക്കണം. ആമേൻ. പ്രസംഗിക്കുന്നില്ല എങ്കിൽ എങ്ങനെ കേൾക്കും? അറിയിക്കുന്നവനില്ലെങ്കിൽ എങ്ങനെ കേൾക്കുവാൻ കഴിയും? കേൾക്കുന്നില്ല എങ്കിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചില്ല എങ്കിൽ എങ്ങനെ രക്ഷിക്കപ്പെടും? രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ എങ്ങനെ നിത്യജീവൻ പ്രാപിക്കും? അതുകൊണ്ട് ദാഹത്തോട് ദൈവവചനം പറയുവാൻ, സാക്ഷ്യങ്ങൾ പറയുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. 6-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. ഒരു ആമേൻ പറയാമോ? നിവർത്തിക്കപ്പെട്ടു. ക്രൂശിലെ ഉപദേശം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാകുന്നു, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയെ തരുന്നു. എന്താ? ക്രൂശിൽ നിവൃത്തീകരിക്കപ്പെട്ടു, യാഗങ്ങൾ നിവൃത്തീകരിക്കപ്പെട്ടു, സമ്പ്രദായങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടു, സബത്ത് നിവർത്തീകരിക്കപ്പെട്ടു, പഴയ നിയമത്തിലെ ആമേൻ വ്യവസ്ഥകൾ നിവർത്തീകരിക്കപ്പെട്ടു. ഇനി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നാം തീർത്ഥാടന യാത്രകൾ ചെയ്യേണ്ട, നാം നേർച്ചകാഴ്ചകൾ ചെയ്യേണ്ട, നാം യാഗം കഴിക്കേണ്ട, നാം പുണ്യധർമ്മങ്ങൾ ചെയ്യേണ്ട. ഒന്ന് മാത്രം ചെയ്യണം, വിശ്വസിക്കുകയും വാഹുണ്ട് ഏറ്റുപറയുകയും ചെയ്യുക.
കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, യേശുവിനെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് വാ കൊണ്ട് ഏറ്റുപറഞ്ഞുക മാത്രം ചെയ്താൽ മതി, നാം രക്ഷിക്കപ്പെടും. ബാക്കി സകലതും യേശു കാൽവരി ക്രൂസിൽ നിവർത്തീകരിച്ചു. സാത്താന്റെ തലയെ യേശു തകർത്തു. നമുക്കെതിരായിരുന്ന ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും യേശു നശിപ്പിച്ചു. സാത്താന്റെ കയ്യിലിരുന്ന അധികാരത്തെ യേശു പിടിച്ചു വാങ്ങി. അന്ധകാര ശക്തികളാൽ ബന്ധിക്കപ്പെട്ട ബന്ധനങ്ങളെ കർത്താവ് നശിപ്പിച്ചു. ശാപത്തിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകി, രോഗത്തിൽ നിന്ന് ദൈവം വിടുതൽ നൽകി, കടഭാരങ്ങളിൽ നിന്ന് വിടുവിച്ചു. അതാണ് യേശു വിളിച്ചു പറയുന്നു, വേദവാക്യങ്ങൾ പറയത്തക്ക നിലയിൽ സകലതും നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നാം ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, വിശ്വസിക്കുക, സ്വീകരിക്കുക. വിശ്വാസത്തോട് യേശുവിനെ സ്വീകരിച്ചാൽ മതി. അവസാനമായി ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം. യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു ജീവനെ ഏൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രൂസ് ഒരു ശാപത്തിന്റെ ചിഹ്നമാണ്. എന്നാൽ ക്രൂസിൽ മരിച്ച യേശു ശാപത്തെ തകർത്തു. ക്രൂസ് നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തി. എന്താ? യേശു ക്രൂസിൽ കിടന്ന് അവസാനമായി പ്രത്യാശയുടെ വാക്ക് പറഞ്ഞിട്ട് തൻ്റെ ജീവനെ സാത്താനല്ല എടുത്തത്, തൻ്റെ ജീവനെ ഹെരോദസ് അല്ല എടുത്തത്, തൻ്റെ ജീവനെ പിലാത്തോസ് അല്ല എടുത്തത്, തൻ്റെ ജീവനെ ഹല്ലേലൂയ പ്രധാന പുരോഹിതനും അന്നാസും കായ്ബാസുമല്ല എടുത്തത്. യേശു തന്നെ തൻ്റെ ജീവനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എങ്ങനെ? മറിയയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് പിതാവാം ദൈവം പരിശുദ്ധാത്മാവ് മുഖാന്തരം യേശുവിനെ ഈ ലോകത്തിലേക്ക് നൽകിയോ, അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു താൻ ചെയ്യേണ്ട പാപനിവൃത്തിയുടെ യാഗമായി തീർന്നതിന് ശേഷം തൻ്റെ ജീവനെ തൻ്റെ കരങ്ങളിൽ നിന്ന് പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു കാഴ്ച. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രൂശീകരണം നാശത്തിൻ്റെ ചിഹ്നമല്ല, രക്ഷയുടെ ചിഹ്നം. ക്രൂശീകരണം നമുക്ക് രക്ഷയുടെ സന്ദേശം നൽകുന്നു. ക്രൂശീകരണം നമുക്ക് നിത്യജീവനെ തരുന്നു. ക്രൂശീകരണം നമുക്കൊരു ശുശ്രൂഷയെ തരുന്നു. ക്രൂശീകരണം നമുക്കൊരു ശക്തിയെ തരുന്നു. യേശുവിൻ്റെ ക്രൂസ് മരണം ദാഹത്തിൻ്റെ സന്ദേശം നൽകുന്നു, ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്നുള്ളത്. യേശുവിൻ്റെ ക്രൂശീകരണ മരണം ഹല്ലേലൂയ ഹല്ലേലൂയ സകലതും നിവൃത്തിയായി എന്നുള്ള സന്ദേശം നൽകുന്നു. യേശുവിൻ്റെ ക്രൂശീകരണ മരണം പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, നിത്യജീവന്റെ സന്ദേശം നൽകുന്നു. കാൽവറി ക്രൂസിലേക്ക് നോക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ഈ പകൽക്കാലം കർത്താവിനെ നോക്കാം. കർത്താവ് നമ്മെ വിടുവിക്കും. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സന്ദേശം കേട്ട സകല പ്രിയപ്പെട്ടവരും ക്രൂസിലേക്ക് നോക്കട്ടെ. ക്രൂസിൽ നിന്ന് കടന്നു വരുന്ന ആ രക്ഷ, ആ വിടുതൽ, ആ സൗഖ്യം, ആ പാപമോചനം, ആ നിത്യത ലഭിക്കുവാൻ കർത്താവ് സഹായിക്കണം. സന്ദേശം കേട്ട എല്ലാ കുടുംബങ്ങളെയും ജനത്തെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കൃപയിൽ പൊതിഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ.